മറ്റുള്ളവരെ സഹായിക്കുക, പ്രേരിപ്പിക്കുക. അങ്ങനെ വ്യാപകമായ അർത്ഥമാണ് നസീഹത്ത് എന്ന് ഈ ഹദീസിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായം ഇവിടെ പഠിപ്പിക്കുന്നത് നസീഹത്ത് ആണ്. എല്ലാവർക്കും ഗുണം കാക്ഷിക്കുക. മുസ്ലിമിന് മാത്രമല്ല, ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മാത്രമല്ല, ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ വസ്തുക്കൾക്കും ഗുണം കാക്ഷിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക. ഇതാണ് മുസ്ലിം സമുദായം ഉദ്ദേശിക്കുന്നത്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നേരത്തെ റഈസുൽ സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞതുപോലെ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്നത് അതാണ്. ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം കർമ്മപരമായ മസ്അലയിൽ ഉണ്ടായാലും അതിന്റെ പേരിൽ ഭിന്നിക്കുകയില്ല. വിശ്വാസപരമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഒരേ വിശ്വാസത്തിലാണ് എവിടെയും എന്നും എപ്പോഴും. അറബികളും അനറബികളും സ്വഹാബത്തിന്റെ കാലം മുതൽ ഇന്നുവരെയും വിശ്വാസത്തിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഭിന്നിച്ചിട്ടില്ല. രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒരേ ഒരു അഭിപ്രായത്തിൽ സ്വഹാബത്തിന്റെ കാലം മുതൽ ഇന്ന് വരെ വിശ്വാസപരമായ കാര്യം തുടർന്നു വരികയാണ്. അതേസമയം കർമ്മപരമായ വിഷയത്തിൽ ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കക്ഷികളായി പിരിയാനും ഭിന്നിക്കാനും കാരണമായിട്ടില്ല. എല്ലാവരും ഒരേ സരണിയിൽ ഒരേ വഴിത്താറിയിൽ മാത്രം തുടർന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ കേരളത്തിലും നമ്മുടെ മുൻഗാമികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് ആ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ്. നമ്മുടെ മുൻഗാമികളെല്ലാം ചെയ്തത് ആ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ എന്നും എപ്പോഴും നാം അതേ രീതിയിൽ തുടരണം. അങ്ങനെ തുടരുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതുപോലെ ബഹുജനങ്ങളെ, പൊതുജനങ്ങളെ, മുഴുവൻ ജനങ്ങളെയും നസീഹത്തിന്റെ മാർഗത്തിലൂടെ ആത്മാർത്ഥതയിലായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ മഹത്തായ തത്വം ഞങ്ങൾ സ്വീകരിച്ചതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇന്ന് ഞങ്ങളുടെ സംഘടനയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രവർത്തകരും ദൈനംദിനം വർദ്ധിച്ചു വരികയും ഉത്ഭുതരാവുകയും മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ
സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ കീഴിൽ ഒരു കാലത്ത് മറ്റൊരു സംഘടനയും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിയും വളർച്ചയും ഏകോപന രീതിയും വേണമെന്ന കാരണത്താൽ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുകയും അതിനുശേഷം യുവാക്കന്മാരെ യോജിപ്പിച്ചുകൊണ്ട് SYS രൂപീകരിക്കുകയും വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് SSF ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ശേഷം മഹല്ലുകൾ ഏകീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് SMA രൂപം കൊണ്ടു. കൂടാതെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ കൂടുതൽ ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ചിന്തിക്കുന്നതിനും പ്രത്യേകം ഒരു വിങ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്നതും ഉണ്ടായി. ഇതെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രവർത്തനം ഇത്രയും വ്യാപകമായ സ്ഥിതിക്ക് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും 95 വയസ്സായവരെയും 120 വയസ്സായവരെയും അതിന്റെ തൊട്ടടുത്ത് താഴെയുള്ളവരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും കൂടുതൽ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ നസീഹത്ത്, പ്രചോദനം അത് നൽകിക്കൊണ്ട് സന്മാർഗത്തിലൂടെ കൊണ്ടുവരുന്നതിന് ഒരു പൊതുജന സംഘടന, ബഹുജന സംഘടന അനിവാര്യമാണെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ തന്നെ പലപ്പോഴും ഇരുന്ന് ചർച്ച നടത്തുകയും അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്തതിന്റെ ശേഷമാണ് അങ്ങനെ ഒരു സംഘടന ഉണ്ടാകുമെന്ന് ഒരു അനൌദ്യോഗിക പ്രഖ്യാപനം SYSന്റെ 60ാം വാർഷിക സമ്മേളനത്തിൽ മലപ്പുറത്ത് വെച്ച് നാം എടരിക്കോട്ട് വെച്ച് പറയുകയുണ്ടായി. ഇന്ന് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, വലിയൊരു സന്തോഷം എന്താണ്? ലക്ഷങ്ങൾ ചെലവഴിച്ച് വലിയ വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം അതൊന്നുമില്ലാതെ ഈ സംഘടന എല്ലാവരും പ്രചരിപ്പിച്ചു. രാഷ്ട്രീയം ഇത് മാത്രമാണോ ഇവിടെയുള്ളത്? എന്താണ്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. കക്ഷി രാഷ്ട്രീയം അത് മാത്രമാണോ ഇവിടെ ഉള്ളത്? വേറെ എന്തെല്ലാം ഇവിടെ ചെയ്യാനുണ്ട്? അതുകൊണ്ട് ഞങ്ങളുടെ സംഘടന ഈ ഇരിക്കുന്ന നിങ്ങളോടെല്ലാം, നമ്മുടെ പത്രപ്രവർത്തകരോടും വാർത്താ മാധ്യമങ്ങളോടും എല്ലാം ആ സംഘടനയുടെ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ നിങ്ങളെ ഞാൻ അറിയിക്കുന്നു, ഞങ്ങളുടെ മുസ്ലിം ജമാഅത്ത് അത് രാഷ്ട്രീയ സംഘടന അല്ല.